ബുദ്ധിരാക്ഷസനായ 4ാം ക്ലാസ്സുകാരൻ വീണ്ടും എത്തുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹിറ്റ് ക്രൈം ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നായ ദൃശ്യത്തിന്റെ 3ാം ഭാഗം പ്രഖ്യാപിച്ചു. ദൃശ്യം 2 കണ്ട ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സംവിധായകൻ ജിത്തു ജോസഫിനോട് നിരന്തരം ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ദൃശ്യം 3 ഉണ്ടാകുമോ എന്നത്. അപ്പോഴെല്ലാം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലുമില്ലെന്നും നടന്നാൽ നടന്നുവെന്നേ പറയാൻ കഴിയുന്നുവെന്നായിരുന്നു ജിത്തുവിന്റെ മറുപടി. അതുകൊണ്ട് തന്നെ 3ാം ഭാഗം വരുമെന്ന പ്രേക്ഷകരുടെ പ്രതീക്ഷ മങ്ങി തുടങ്ങിയിരുന്നു. എന്നാൽ എല്ലാ സിനിമാ പ്രേമികളെയും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ ദൃശ്യത്തിന് 3ാം ഭാഗം ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നടൻ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ദൃശ്യത്തിന്റെ 3ാം ഭാഗം വരുമെന്ന വിവരം സ്ഥിരീകരിച്ചത്. ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ടാഗ് ലൈനോട് കൂടിയാണ് പോസ്റ്റ് പങ്കുവച്ചത്. സംവിധായകൻ ജിത്തു ജോസഫിനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനൊപ്പമുള്ള ഒരു ഫോട്ടോയും മോഹൻലാൽ പങ്കുവച്ചു. അപ്രതീക്ഷിതമായ ദൃശ്യം 3യുടെ അനൗൺസ്മെന്റ് വന്നതോടെ സോഷ്യൽ മീഡിയ കത്തി. ഇത്തവണ ജോർജ് കുട്ടി അകത്താകുമോ, വരുണിന് നീതി കിട്ടുമോ എന്നിങ്ങനെ നിരവധി രസകരമായ കമന്റുകളും മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ നിറയുന്നുണ്ട്. ഇതിന് മുകളിൽ കാത്തിരുന്ന ഒരു അനൗൺസ്മെന്റ് ഇല്ല. എമ്പുരാനേക്കാൾ ഹൈപ്പ് ദൃശ്യം 3ക്ക് ലഭിക്കും. OTTക്ക് നിൽക്കാതെ തിയേറ്ററിൽ റിലീസ് ചെയ്യണം. 4ാം ക്ലാസ്സുകാരന്റെ 3ാം വരവ് കാണാൻ കാത്തിരിക്കുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. അതേസമയം കഴിഞ്ഞ ദിവസം അനൂപ് മേനോൻ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തതിനെ വിമർശിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൃശ്യം 3യൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് അനൂപ് മേനോൻ സിനിമയ്ക്ക് തലവെക്കുന്നത് എന്നായിരുന്നു ചില കമന്റുകൾ. തിരുവനന്തപുരം, കൊൽക്കത്ത, ഷില്ലോങ് എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന അനൂപ് മേനോൻ സിനിമ പ്രണയത്തിലൂടെയും ആഗ്രഹത്തിലൂടെയും സംഗീതത്തിലൂടെയുമെല്ലാം ഒരു യാത്രയായിരിക്കുമെന്നാണ് ഇന്നലെ മോഹൻലാൽ സിനിമ പ്രഖ്യാപിച്ച് കുറിച്ചത്. അനൂപ് മേനോൻ സിനിമയിൽ ലാലേട്ടൻ നായകനാകുന്നുവെന്ന് കേട്ടപ്പോൾ തോന്നിയ ക്ഷീണം ദൃശ്യം 3 വരുന്നുവെന്ന് കേട്ടപ്പോൾ മാറിയെന്നും ചില ആരാധകർ കുറിച്ചു. 2013 ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം പ്രേക്ഷകരിലേക്ക് എത്തിയത്. സിനിമ വലിയ വിജയമായതോടെ വർഷങ്ങൾക്കു ശേഷം ജിത്തു 2ാം ഭാഗം എടുത്തു. 2021 2ാം ഭാഗം ദൃശ്യം 3 റിസംഷൻ എന്ന പേര് റിലീസ് ചെയ്തത്. മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, അഞ്ജലി, ആശ ശരത്, സിദ്ദീഖ് തുടങ്ങിയവരാണ് മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്.